നമസ്തേ. ആധുനിക കാലഘട്ടത്തിൽ കളരിപ്പയറ്റിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകൾ അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഉപകരിക്കുന്ന തരത്തിലുള്ള നല്ല വ്യായാമ രീതികൾ കളരിപ്പയറ്റിലുണ്ടെന്നുള്ളതാണ്. അതിനെ വെറും വ്യായാമമായിട്ട് മാത്രം വേണ്ടവർക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല ഒരു വ്യായാമ രീതി അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ബോഡിയെ നല്ല പവർഫുൾ ആക്കി വയ്ക്കാനായിട്ട് ഒക്കെ ഉപകരിക്കുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ കളരിപ്പയറ്റിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രായം ചെല്ലും തോറും നമ്മുടെ ശരീരം സ്റ്റിഫായിക്കൊണ്ടിരിക്കും. സ്റ്റിഫ്നെസ് ഈസ് ദ ഡെത്ത് എന്നാണ് പറയുക. അതായത് നമ്മുടെ ശരീരത്തെ പ്രായം വേറും തോറും ഇങ്ങനെ സ്റ്റിഫ്നെസ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ബോഡിയെ നമ്മൾ, അതായത് ഇപ്പോൾ ഒരു ഡെഡായി കിടക്കുന്ന ഒരാൾ, ആളുടെ തല മാത്രമായിട്ട് നമുക്ക് ഉയർത്താൻ സാധിക്കില്ല. അയാളുടെ ബോഡി ഫുള്ളായിട്ട് പൊന്തി പോയിട്ടുള്ള സ്റ്റിഫാണ് മൊത്തം. ബോഡി തണുക്കും തോറും അത് സ്റ്റിഫായിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ ശരീരം പ്രായം കയറും തോറും അതിങ്ങനെ സ്റ്റിഫ്നെസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ അനുവദിക്കരുത്. ശരീരത്തെ എപ്പോഴും ഈസിയായിട്ട് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ ഓടാനും ചാടാനും ഒക്കെ നമ്മൾ കഴിയുന്ന തരത്തിൽ പവർഫുള്ളാക്കി വയ്ക്കലാണ് വ്യായാമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ശരീരത്തെ സ്റ്റിഫ്നെസ്സിന് അല്ലെങ്കിൽ സ്റ്റിഫ് ആവാനായിട്ട് ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കാതിരിക്കുന്ന ഒരവസ്ഥ, അതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അതിന് അല്പം വ്യായാമം, അത് അവരവരെ കൊണ്ട് കഴിയാവുന്ന തരത്തിലുള്ള എല്ലാ പയറ്റുകളും പഠിച്ചോളൂ നിർബന്ധമൊന്നുമില്ല. കളരിയിൽ വരുന്ന എല്ലാവരും എല്ലാ പയറ്റും പഠിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് 10 ദിവസത്തെ പരിശീലനം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. കുറച്ച് വ്യായാമങ്ങളെ പരിശീലിക്കാൻ സാധിച്ചുള്ളൂ. ആ പരിശീലനത്തിലൂടെ മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അതിന് യാതൊരു വിരോധമില്ല. പണ്ടൊക്കെ പറയും ചെറിയ കുട്ടികൾക്ക് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ ഇന്നൊന്നും അങ്ങനെ ആരും പറയാറില്ല. അത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ തെറ്റാണ്. കളരിപ്പയറ്റ് എന്നുള്ളത് നല്ലൊരു വ്യായാമ മുറയാണ്. അത് എല്ലാവർക്കും പരിശീലിക്കാവുന്നതാണ്. അത് സ്ത്രീ പുരുഷ ഭേദമൊന്നും അതിന് യാതൊരു തടസ്സങ്ങളല്ല. അതുപോലെ ഫ്ലെക്സിബിലിറ്റിക്ക്, അതുപോലെ ശരീരത്തെ നല്ല പവർഫുള്ളാക്കി വയ്ക്കാനായിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് ധാരാളം പണികളെടുക്കുന്ന, ധാരാളം ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്ക് ഒരു വല്ലാത്ത നടുവേദന അല്ലെങ്കിൽ കഴുത്തുവേദന അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള അസുഖങ്ങൾ, എത്രയാന്ന് പറഞ്ഞാൽ തീരാൻ ബുദ്ധിമുട്ടാണ്. അത്രയേറെ അസുഖങ്ങൾക്ക് പലപ്പോഴും അടിമപ്പെട്ടുകൊണ്ടാണ് പല ആളുകളും ചികിത്സയ്ക്കായിട്ട് വരുന്നത്. അപ്പം അത്തരത്തിൽ ശരീരത്തെ രോഗത്തിന് വിട്ടുകൊടുക്കാതെ നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ കളരി പരിശീലനം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറച്ച് സമയം, നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം വ്യായാമത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് ഒരുപാട് കാലം ദീർഘായുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു. മരുന്നുകളില്ലാതെ. അതാണ് പ്രത്യേകത. മരുന്നുകളില്ലാതെ നമുക്ക് ഒരുപാട് കാലം ദീർഘായുസ്സോടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് കളരി പരിശീലനത്തിലെ വലിയൊരു നേട്ടം. അതിനെ വ്യായാമം മാത്രമായിട്ട് എടുക്കേണ്ടവർക്ക് ആ രീതിയിൽ എടുക്കാവുന്നതാണ്. അങ്ങനെ എങ്ങനെ നോക്കിയാലും അത് നല്ലൊരു വ്യായാമ രീതിയാണ്. അത് നല്ല കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതാണ്. നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നമ്മളെ മോശം ചിന്തകൾ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന്, മദ്യപാനം തുടങ്ങിയിട്ടുള്ള പല ദുശ്ശീലങ്ങൾക്കും അടിമകളായിട്ട് ജീവിതം നശിച്ച് ആ ഒരു വിദ്യാർത്ഥി മാത്രമല്ല, കുടുംബം കൂടി അതോടൊപ്പം നശിച്ചു പോവുകയാണ്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള കുടുംബങ്ങളെ, നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. ഇനി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ വിദ്യാർത്ഥികളോട്, അത്തരത്തിലുള്ള യാതൊരുവിധ ദുശ്ശീലങ്ങൾക്കും നമ്മൾ അടിമപ്പെടരുത്. ഇതിന് നല്ലൊരു പരിഹാരം മാർഷൽ ആർട്സ് പരിശീലനം തന്നെയാണ്. തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് താൻ ബോധവാനായിരിക്കുക, അതിനുവേണ്ടി കുറച്ച് സമയം നിർബന്ധമായിട്ടും മാറ്റിവെക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന, ഏറ്റവും നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന, നല്ല ആത്മവിശ്വാസം തരുന്ന, അതുപോലെ നല്ല ഊർജ്ജസ്വലരായിട്ട് എല്ലാ കാലത്തും യൗവന കൈവിടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന നല്ലൊരു വ്യായാമ രീതിയാണ് കളരി പയറ്റ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല.
എല്ലാവരും അല്പസമയമെങ്കിലും അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും കളരി പരിശീലിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.